ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ചാൽ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പോൾ അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരവുമില്ല.